ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇച്ചാൻ്റെ ചെറിയൊരു ഡയറ്റിംഗ് പരിപാടിയാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ചായൻ്റെ ഡയറ്റിംഗ് പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം. സലാഡാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചായ തന്നെ പരിചയപ്പെടുത്തുക, എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്നുള്ളത്. നമ്മൾ വെജിറ്റബിൾ എല്ലാം വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്തൊക്കെ വെജിറ്റബിൾസാണ്? ക്യാബേജ് ഉണ്ട്, കുക്കുംബർ, പിന്നെ ക്യാരറ്റ്, പിന്നെ ഗ്രീൻ ചില്ലി, ഒനിയൻ, പിന്നെ ലെമൺ. ഇനി നമ്മളിത് നൈസായിട്ട് അരിയാൻ പോവുകയാണ്. അരിയാനൊക്കെ എക്സ്പേർട്ടാണെന്ന് തോന്നുന്നല്ലോ. ഈ ചായ പക്ഷേ അടുക്കളയിൽ കയറിയൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. അരിയാനൊക്കെ അറിയാഞ്ഞിട്ട് മറച്ചു വെക്കണാണോ എന്ന് സംശയമുണ്ട്. നൈസായിട്ട് കൈയൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. അതാ പറയണേ, ഇടയ്ക്ക് അടുക്കളയിൽ കയറി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. ഇനി ബ്ലഡ് അതിലാക്കണ്ട, അപ്പോൾ ഈ ബാൻഡേജ് ഒട്ടിച്ചിട്ട് ബാക്കി ചെയ്യാം. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഈ ചായൻ അടുക്കളയിൽ നന്നായിട്ട് കയറുന്നുണ്ടെന്ന്. ഇനിയെങ്കിലും എന്നെ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്ക്. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇതെങ്ങനെ മിക്സ് ചെയ്യണമെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം ഇടുക. അതിന് ശേഷം ഒരു ലെമൺ എടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞ് അതിലൊഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് സാൾട്ട് ഇടുക. എന്നിട്ട് ചില്ലി വിനെഗർ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അതിന് ശേഷം കുറച്ച് ഒലിവ് ഓയിൽ, അതും 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അതിന് ശേഷം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം. അങ്ങനെ ഈ ചായൻ്റെ ഡയറ്റിംഗ് ഫുഡ് റെഡി ആയിട്ടിരിക്കുകയാണ്. സ്വന്തം കൈ മുറിച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി എപ്പിസോഡ് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.